നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതിയും ചേരുന്ന മീനൻ രാശിക്കാരെ പറ്റിയാണ്. നിങ്ങൾക്ക് 2021 ജനുവരി തൊട്ട് അടുത്ത 2022 ജനുവരി വരെയുള്ള സമയം എങ്ങനെ, എന്തൊക്കെ പരിഹാരങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുമാണ്. മീനൻ രാശിയുടെ അധിപൻ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ഈ രാശിയിലുള്ളവർക്ക് എല്ലാ കാര്യത്തെപ്പറ്റിയും ഒരു അറിവ് ചെറുതായിട്ടുണ്ടാകും. ഒരാളുടെ ജാതകത്തിൽ വ്യാഴം നല്ലതായാൽ എല്ലാ കാര്യവും നല്ലതായിട്ട് വരും. ഈ വർഷം മുഴുവൻ ശനി നിങ്ങളുടെ 11ാം ഭാവത്തിലാണ്. രാഹുവും കേതുവും, രാഹു നിങ്ങളുടെ 3ാം ഭാവത്തിലും കേതു നിങ്ങളുടെ 9ാം ഭാവത്തിലുമാണ്. വ്യാഴം കുറച്ച് സമയം നിങ്ങളുടെ 11ാം ഭാവത്തിലും കുറച്ച് സമയം നിങ്ങളുടെ 12ാം ഭാവത്തിലുമാണ്. ജനുവരി തൊട്ട് ഏപ്രിൽ 6 വരെ വ്യാഴം നിങ്ങളുടെ 11ാം ഭാവത്തിലാണ്. ഏപ്രിൽ 6 തൊട്ട് സെപ്റ്റംബർ 15 വരെ വ്യാഴം 12ാം ഭാവത്തിലായിരിക്കും. പിന്നെ സെപ്റ്റംബർ 15 തൊട്ട് നവംബർ 20 വരെ വ്യാഴം തിരിച്ച് 11ാം ഭാവത്തിലേക്ക് വരും. പിന്നെ വീണ്ടും നവംബർ 20 ശേഷം വ്യാഴം 12ാം ഭാവത്തിലായിരിക്കും. മറ്റുള്ള ഗ്രഹങ്ങളും ഇതുപോലെ കുറച്ച് സമയം നിങ്ങളുടെ ഓരോ രാശിയിലും ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കുറേ മെച്ചപ്പെട്ട ഒരു വർഷമായിരിക്കും. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഉയർന്ന വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കാര്യം സാധിക്കും. കൂടുതലും ലാഭം പ്രതീക്ഷിക്കാം. പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും ഈ വർഷം. സഹോദരങ്ങളായിട്ട് നല്ലതായിരിക്കും ഈ വർഷം. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡബിൾ മൈൻഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ലപോലെ ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും ഈ വർഷം. സാമ്പത്തികമായിട്ട് മെച്ചപ്പെടും. പ്രണയിക്കുന്നവർക്ക് നല്ല സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ വ്യാഴം 12ൽ വരുന്ന സമയം അത്ര നല്ലതല്ല. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ യോഗ, മെഡിറ്റേഷൻ ഇവയൊക്കെ ചെയ്യുക. അതുപോലെ ചിലവ് വർദ്ധിക്കും. അതുപോലെ ചിലവ് നിയന്ത്രിക്കുക. ആ സമയത്ത് യാത്രകൾ കൂടുതലൊക്കെ ചെയ്യേണ്ടി വരും. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കേതു 9ലുള്ളത് നിങ്ങൾക്ക് കഠിനമായി പ്രയത്നിക്കേണ്ടി വരും. ശത്രുക്കൾ ഉണ്ടാവും. എന്നാലും കൂടുതലായും ഈ വർഷം പോസിറ്റീവായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. പിന്നെ 12ൽ വ്യാഴം വരുന്ന സമയത്ത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഓം നമോ നാരായണ 11 തവണ ചൊല്ലുക. അതുപോലെ തന്നെ 9ലുള്ള കേതുവിന് ഓം വിഘ്നേശ്വരായ നമഃ 11 തവണ ചൊല്ലുക. എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്